ഞാനിവിടെ നിർത്തുമ്പോൾ ഞാനിവിടെ ഇസ്ലാം അടിമകളെ ആദരിച്ചു, ബഹുമാനിച്ചു, അവർക്കുള്ള അവകാശങ്ങൾ വകവെച്ചു, സ്ഥാനങ്ങൾ കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ അടിമകൾ ആരായി ഇസ്ലാമിൽ? അടിമകൾ ആരായി? നമ്മൾ ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് കേൾക്കാറുള്ളത് എന്താ? അബൂബക്കർ സയ്യിദുന ആതക സയ്യിദൻ, ആതക സയ്യിദന. അബൂബക്കർ നമ്മുടെ സയ്യിദാണ്. ഉമർ പറയുന്നതാണ്, ആതക സയ്യിദന, അബൂബക്കർ നമ്മുടെ യജമാനനെ മോചിപ്പിച്ചതാണ്. ആരാ? സയ്യിദ് ബിലാൽ. ബിലാലിനെ സയ്യിദ് എന്നാണ് ഉമർ വിശേഷിപ്പിച്ചത്. ഇതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മൗലമാരായിരുന്ന ആളുകളുടെയൊക്കെ സ്ഥാനം ഇവിടെ നോക്കി നിങ്ങൾ. ഞാൻ ചില പേരുകൾ ഇവിടെ എഴുതിയത്, ഇത് പിന്നെ അമവി ഖലീഫമാരിൽ മൂന്നാമത്തെ യസീദ്, യസീദ് ബിൻ മുആവിയ ഉണ്ട്, പിന്നെ യസീദ് ബിൻ അബ്ദുൽ മലിക് ഉണ്ട്, പിന്നെ യസീദ് ബിനുൽ വലീദ് ഉണ്ട്. അമവി ഖലീഫമാരിൽ 3 യസീദന്മാരുണ്ട്. അതിൽ മൂന്നാമത്തെ യസീദ് ഇതൊരു അടിമ സ്ത്രീയുടെ മകനാണ്. വലീദ് കല്യാണം കഴിച്ചിരുന്ന ഒരു പേർഷ്യക്കാരി യുദ്ധബന്ദി, അവരിലുണ്ടായ കുട്ടിയാണ് ഈ യസീദ്. അദ്ദേഹം ഒരു ഖലീഫയായി അമവി ഖിലാഫത്തിൽ വാണു എന്നുള്ളതാണ്. അബ്ബാസി ഖിലാഫത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോക്കി നിങ്ങൾ, ഇത് അബൂ ജഅഫർ അൽ മൻസൂർ, രണ്ടാം അബ്ബാസി ഖലീഫ. ആദ്യത്തെ ഒന്നാമത്തെ ഖലീഫ അബുൽ അബ്ബാസ് സഫാഹ്, രണ്ടാമത്തേത് അബൂ ജഅഫർ അൽ മൻസൂർ. എത്ര പ്രസിദ്ധനാണ് അബൂ ജഅഫർ അൽ മൻസൂർ. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു അടിമ സ്ത്രീയായിരുന്നു, ബർബറുകളിൽ നിന്നുള്ള. ബർബർ എന്ന് പറഞ്ഞാൽ ആരാ? ബർബേറിയൻ, ആ വർഗത്തിൽപ്പെട്ട. അതേപോലെ ഖലീഫ ഹാറൂൺ റഷീദ്, ഹാറൂൺ റഷീദിൻ്റെ ഉമ്മ ഒരു അടിമ സ്ത്രീയായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഹാറൂൺ റഷീദിൻ്റെ മകൻ മഅ്മൂൻ, അതേപോലെ തന്നെ മുഅ്തസിം ബില്ല, അതേപോലെ മുഅ്തസിം ബില്ലൻ്റെ മകൻ വാസിഖ് ബില്ല ഉണ്ടോ. പിന്നെ അബ്ബാസി ഖിലാഫത്തിൽ മുഹ്തദി, അൽ മുഹ്തദി, അൽ മുൻതസിർ, അൽ മുസ്തഈൻ, അൽ മുക്തഫി, അൽ മുഖ്തദിർ, ഇങ്ങനെ തുടങ്ങി, പിന്നെ അൽ മുസ്തദി, ഇങ്ങനെ തുടങ്ങി പല ഖലീഫന്മാരുണ്ട്. ഇവരൊക്കെ ആരായിരുന്നു? അവരൊക്കെ പിന്നെ ഈ യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ട് അടിമകളാക്കി, പിന്നെ അടിമകളായി സ്വീകരിക്കപ്പെട്ട സ്ത്രീകളുടെ മക്കളാണ് ഇതൊക്കെ. അല്ലേ? ഇവർക്കൊക്കെ അധികാരത്തിൽ സ്വാധീനമുണ്ടായി, അവരൊക്കെ ഖലീഫന്മാരായി വേണം അല്ലേ. ഇതിനെ തുടർന്നാണ് പിന്നെ മംലൂക്കുകളുടെ ഖിലാഫത്ത് വന്നത്. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ ആരാണ്? അടിമകളാണ് അവരുടെ ഉമ്മമാർ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മാൻ്റെ കുടുംബക്കാർക്ക് എന്തുണ്ടാവും? സ്വാധീനം ഉണ്ടാവുമല്ലോ. അബ്ബാസി ഖിലാഫത്തിന് ശേഷം പിന്നെ ആരാ വന്നത്? അബ്ബാസി ഖിലാഫത്തിന് ശേഷം മംലൂക്കുകളുടെ ഖിലാഫത്താണ് വന്നത്. പിന്നെയാണ് ഉസ്മാനികൾ വരുന്നത്. ഉണ്ട്. ഈ മംലൂക്കുകൾക്ക് ഖിലാഫത്ത് വരാൻ തന്നെ കാരണം എന്താണ്? ഈ രീതിയിലുള്ളതായ പിന്നെ അവരുടെ സ്വാധീനമാണ്. ഏതായാലും ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇസ്ലാം ഈ അടിമകൾക്ക് നൽകിയ പരിഗണനകൾ, അവർക്ക് വകവെച്ച അവകാശങ്ങൾ, ഇത് കാരണത്താൽ, ഇതിപ്പോൾ നമ്മൾ ചില ഭരണാധികാരികളെ എഴുതിയത് ഇതിൽ പരിമിതമല്ല. പണ്ഡിതന്മാരെ നോക്കി നിങ്ങൾ, ഫുഖഹാക്കൾ, മുഹദ്ദിസുകൾ നോക്കിയത്, അലി സൈനുൽ ആബിദീൻ, സാലിം ഇബ്നു ഉമർ, ഖാസിം ഇബ്നു മുഹമ്മദ്. പേർഷ്യക്കാരോടുള്ള യുദ്ധത്തിൽ യസ്ദജർദ് രാജാവിൻ്റെ മക്കൾ പിടികൂടപ്പെട്ടു, അവർ ബന്ദികളാക്കപ്പെട്ടു, അവർ യുദ്ധത്തിൽ അടിമകളാക്കപ്പെട്ടു. ഈ അടിമകളെ ഒരാളെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു, ഉമ്മു വലദ്, അതിലാണ് അലി സൈനുൽ ആബിദീൻ കുട്ടി ഉണ്ടായത്. ഒരാളെ അബ്ദുല്ലാഹി ബിൻ ഉമർ കല്യാണം കഴിച്ചു, തൻ്റെ വെള്ളാട്ടിയായി സ്വീകരിച്ചു, അതിലാണ് സാലിം ബിൻ ഉമർ ഉണ്ടായത്. ഒരാളെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ മുഹമ്മദ് തൻ്റെ ഇണയായി സ്വീകരിച്ചു, അതിലാണ് ഖാസിം ഇബ്നു മുഹമ്മദ് കുട്ടി ഉണ്ടായത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി ഖാസിം. ഈ ഖാസിം മദീനയിൽ അറിയപ്പെട്ട 7 ഫുഖഹാക്കളിൽ ഒരാളാണ്. സാലിം ഇബ്നു ഉമർ സയ്യിദു താബിഈൻ, താബിഈങ്ങളിൽ സയ്യിദ് എന്ന വിശേഷണമുള്ള ആളാണ്. അലി സൈനുൽ ആബിദീൻ, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൻ അലി സൈനുൽ ആബിദീൻ, എത്ര ഒരു താരശോഭയാണ് അലി സൈനുൽ ആബിദീൻ. ഇതൊക്കെ അടിമകളായിട്ടുള്ള സ്ത്രീകൾക്ക് ജനിച്ച മക്കളാണ്. ഇവർ ഉണ്ടല്ലോ, ഈ അടിമ സ്ത്രീകളിലൂടെ ഉണ്ടായപ്പോഴാണ് ഇത്രയും വലിയ മഹത്തുക്കൾക്ക് ജന്മം നൽകാം ഈ അടിമകളായിട്ടുള്ള സ്ത്രീകളിലൂടെ കഴിയുമെന്ന് ലോകം മനസ്സിലാക്കിയിട്ട് പിന്നെയാണ് അടിമ സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന അവസ്ഥ മുസ്ലിമീങ്ങളിൽ സാർവത്രികമായത് എന്ന് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഞാനിത് പറഞ്ഞു വന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം ഈ അടിമകൾക്ക് സ്ഥാനം കൽപ്പിച്ചു, അവകാശങ്ങൾ വകവെച്ചു, അവർക്ക് സ്വാധീനവും അവസരവും കൊടുത്തു. അത് കാരണത്താൽ അടിമകൾ ആരായി വാണു, ആരായി ഉയർന്നു എന്ന് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങളാണ്. ഇതൊരു വലിയ ചരിത്രമാണ്.
നല്ല ഒരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഈ അടിമത്ത സമ്പ്രദായം ഇസ്ലാമിൽ അത് പിന്നെ ഒരിക്കലും മറ്റു മതങ്ങളിലോ അതേപോലെ മറ്റു നാടുകളുടെയും ജനതകളുടെയും ചരിത്രത്തിലോ നമ്മൾ കേൾക്കുന്നത് പോലെ വായിക്കുന്നത് പോലുള്ള ഒരു വിഷയമേ അല്ല. ആ പിന്നെ അന്യാചാരങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാമിക പൈതൃകവുമായി യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിൻ്റേത് ഈ വിഷയത്തിൽ ഒരു വേറിട്ട വിശുദ്ധമായൊരു കാഴ്ചപ്പാടാണ് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ചിലതൊക്കെ ഞാനൊരു ചാടിപ്പോക്കാണ് നടത്തിയത്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതൽ പഠിക്കാൻ ഇനിയും അവസരം കാണണം എന്നാണ് ഉണർത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സദസ്സിനെ അള്ളാഹു ഉപരിലോകത്തൊരു പുണ്യമായി സ്വീകരിക്കുമാറാവട്ടെ. സ്വർഗ്ഗം നൽകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും മോചിപ്പിക്കുമാറാവട്ടെ. ഈ ദീനിൻ്റെ ഖാദിമുകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.